ബിൻസി നെവിന്റെ അമ്മയ്ക്ക് വിളിക്കുന്നു. അതുപോലെ തന്നെ ശരത്ത് അനീഷിനെ ആട്ടി വിടുന്നു. അതെ, നീ ഒരു മനുഷ്യത്തില്ലാത്തവനാണെന്ന് പറഞ്ഞ് ശരത്ത് അനീഷിനെ ആട്ടി വിടുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ക്യാപ്റ്റൻ, അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ഷാനവാസ് ആകുന്നു. നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഡേ 5 എപ്പിസോഡ് 6 റിവ്യൂയിലേക്കാണ് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ മോർണിംഗ് ഡാൻസ് പതിവ് പോലെ തന്നെ മോർണിംഗ് ഡാൻസ് ആണ്. പിന്നെ ഒരു 8:50 ആയപ്പോഴത്തേക്കും രേണുസുതി ഇരുന്ന് കണ്ണാടി മുന്നിലിരുന്ന് കരയാണ്, വീട്ടുകാരെയൊക്കെ ആലോചിച്ചിരുന്ന് കരയാണ്. അപ്പോൾ ആ ഒരു വീട്ടിലെ എനിക്ക് രാവിലെ എനിക്ക് ബിസ്ക്കറ്റ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയാണ് രേണുസുതി. 9 കാലത്തേക്കും അനീഷും രേണുസുതിയും തമ്മിൽ ഭയങ്കരമായിട്ടൊരു പ്രശ്നം എന്ന് വെച്ചാല് രേണുസുതി അലറച്ചിലോടെ അലർച്ച, എടാ നീ ആരാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ രേണുസുതി അലർച്ചയാണ്, ഭയങ്കരമായിട്ട് അലറുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോ അനീഷ് പറഞ്ഞു രേണുമോളെ അപ്പൊ ഞാൻ രേണുമോളല്ല, ഞാൻ രേണുസുതിയാണ്, എന്നെ യു കോൾ മീ രേണുസുതി യു ക്യാൻ കോൾ എന്ന് പറയണം. പക്ഷെ പുള്ളിക്കാരി ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ പോലെ എങ്ങനെയെങ്കിലും പിടിച്ച് ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അപ്പം ഞാൻ രേണുസുതിയാണ്, എന്നെ രേണുസുതി എന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. അപ്പൊ അനീഷ് പറയാണ് സുതി ആരാ എന്ന് ചോദിക്കുമ്പോ രേണു പറയാണ് വേണ്ട, സുതി ചേട്ടൻ വെച്ച് കളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നം തീരെയാണ്. 9:40 ആയപ്പോഴത്തേക്കും രേനയും ഒനിയിലും തമ്മിൽ ഒരു ചെറിയൊരു ഒരസലുണ്ടാവുകയാണ്. വലിയതായിട്ടില്ല, ചെറിയ രീതിയിലൊരു ഒരസൽ വരികയാണ്. ഒരു 10:20 ആയപ്പോഴത്തേക്കും ബിന്നി ഇങ്ങനെ നെവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ബിന്നി ആണെങ്കിൽ ബിന്നി നെവിനെ ഒന്ന് പ്രൊപ്പോസ് ചെയ്തു ബിന്നിനെ. അപ്പൊ ബിന്നിയല്ല, ബിൻസിയും നെവിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബിൻസീനെ നെവിന് പ്രൊപ്പോസ് ചെയ്യുന്നു. അയ്യോ സോറി, ബിന്നിയല്ല കേട്ടോ, ബിൻസിയാണ്, തെറ്റിപ്പോയി. എനിക്ക് അത് രണ്ടുപേര് ബിന്നിയും ബിൻസി എന്നുള്ള സംഭവം തെറ്റിപ്പോയി എനിക്ക്. അപ്പൊ ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നു. പിന്നെ 10:55 ആയപ്പോഴത്തേക്കും പണപ്പുര ടാസ്ക് വരെയാണ്. അക്ബറിന് മാത്രമാണ് ഫുഡ് എടുക്കാൻ കഴിയുക. പക്ഷെ അക്ബറിന് മാത്രമാണ്. അപ്പൊ ബിഗ് ബോസ് പറയുകയാണ് ഫുഡ് ഐറ്റംസ് എടുക്കുന്ന കാര്യമല്ല. അപ്പൊ എന്താ നിങ്ങൾ എടുക്കാൻ പോകുന്നത് ചോദിച്ചപ്പോ അക്ബർ പറഞ്ഞു ഫുഡ് ഐറ്റംസ് തന്നെയായിരിക്കും എടുക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബിഗ് ബോസ് പറയാണ് നിങ്ങളുടെ സ്വന്തം വസ്ത്രങ്ങളും സ്വന്തം ഭക്ഷണങ്ങളും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ 20 സെക്കൻഡ് കൊടുക്കും, 500 പോയിന്റ്സ് ആണ്. പിന്നെ ഫ്ലാഷ് കണ്ണിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇത് പ്രശ്നമുണ്ടെങ്കിൽ മാറ്റി തരുമെന്ന് ചോദിക്കുമ്പോ ഒന്നും മിണ്ടുന്നില്ല. നേരെ ടാസ്ക് തുടങ്ങുന്നു. 20 സെക്കൻഡ് ആണ് നമുക്ക് തന്നിട്ട് സമയം. അവിടെയാണെങ്കിൽ ഇങ്ങനെ ഫ്ലാഷ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മിന്നി ഫ്ലാഷ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ എടുക്കുന്നുണ്ട്. 20 സെക്കൻഡിനുള്ളിൽ 20 സെക്കൻഡില് 13 സെക്കൻഡ് ബാക്കിയാകെ 13 സെക്കൻഡ് ബാക്കിയാകെ അക്ബർ പുറത്തേക്ക് വരുന്നു. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ലിവിങ് ഏരിയയിലേക്ക് വരികയാണ്. കുറെ സാധനങ്ങൾ കിട്ടുന്നു. പൊറോട്ട, മട്ടൻ, ചിക്കൻ, ബർഗർ, ബിരിയാണി, ബർഗർ, സാധാ ബർഗർ, ഷവായി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഓരോരോ പോയിന്റ് ഉണ്ട്. അപ്പൊ കൊടുത്തിരിക്കുന്നത് 500 പോയിന്റ് ആണ്. 500 പോയിന്റ് കഴിഞ്ഞാൽ 600 സംതിങ് എത്രയോ ആയി. അപ്പൊ അനീഷ് പറഞ്ഞു ഇത് ഫുൾ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഫുള്ളും പോകുമോ എന്ന് പറഞ്ഞു. ഇത് ഫുള്ള് സ്വീകരിക്കില്ലല്ലോ, ഫുള്ള് പോവേണ്ടതാണല്ലോ എന്ന് പറയുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, അക്ബർ ആണെങ്കിൽ ഈ സാധനം അവന്റെ മേത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയാണ് ഇവനെന്തൊന്നാണ്. ആ വീട്ടുകാർ മൊത്തം അനീഷിന് എതിരെ തിരിഞ്ഞു എന്നതാണ് സത്യം. കാരണം അനീഷ് പറഞ്ഞതെന്ന് വെച്ചാലും ഇതെങ്ങനെ സ്വീകരിക്കപ്പെടുന്ന ബിഗ് ബോസ് എടുക്കേണ്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നു. അപ്പം ശരത്ത് വരുന്നു. ശാരിക നീ എന്ത് മണ്ടത്തരാണ് വിളിച്ച് പറയുന്നതെന്ന് പറഞ്ഞു. അതിന് കൂടിയത് മാത്രം എടുത്ത് കൊണ്ടുപോയി പോരെ എന്നുള്ള പറഞ്ഞിട്ട് അവിടെ വീട്ടുകാര് വേഴ്സസ് നമ്മുടെ അനീഷ് അടക്കുകയാണ്. വീട്ടുകാർ വേഴ്സസ് അനീഷാണ് സത്യം. അപ്പൊ ഈ അനീഷിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അനീഷ് ഈ ചൊറിയാണ് സംഭവം. ഈ ചൊറിയുമ്പോ നമുക്ക് സഹിക്കുന്നതിന്റെ ഒരു അതിരുണ്ടാവും. അതാണ് ഇന്ന് വീട്ടുകാർ കാണിച്ചത്. ഇത് സഹിച്ചാൽ ക്ഷമിച്ചിട്ടാണ് അത്രയും വയലന്റ് ആയത്. ആ വീട്ടുകാരെല്ലാവരും വയലന്റ് ആയി. അനീഷാണെങ്കിൽ ഓരോ മണ്ടത്തരങ്ങൾ ഓരോന്നും കാണിച്ചിരിക്കും. അനീഷിന്റെ സ്വഭാവം വെച്ചാൽ ഒരു കാര്യം തന്നെ 100 പ്രാവശ്യം വരും. അതാണ് ഏറ്റവും വലിയ നെഗറ്റീവ്. അത് മാറ്റിയിട്ട് ഒറ്റൊരു പ്രാവശ്യം പറഞ്ഞു നോക്കൂ. അതുപോലെ തന്നെ
എന്താണ് ഈ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കാൻ വരുമ്പോൾ ഈ നടക്കുന്നു അതൊക്കെ കുറച്ചിട്ട് നേരെ നിന്ന് സംസാരിക്കാനുള്ള ഒരു ഗട്സ് കാണിക്കുകയാണെങ്കിൽ അനീഷ് കയറി വരും. സത്യമായിട്ടും അനീഷ് കയറി വരും അങ്ങനെ ചെയ്താൽ. പക്ഷെ അനീഷ് എന്താണ് അത് ചെയ്തില്ല. അനീഷ് എന്താണ് ആൾക്കാരെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇങ്ങനെ നടന്നു മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടക്കും. പിന്നെ ഒരു കാര്യം തന്നെ, ബിഗ് ബോസ് ഞാൻ കോയിൻ കളക്ട് ചെയ്തു, ബിഗ് ബോസ് ഞാൻ കോയിൻ കളക്ട് ചെയ്തു, ബിഗ് ബോസ് ഞാൻ കോയിൻ കളക്ട് ചെയ്തു എന്ന് ഇത് 100 പ്രാവശ്യം പറയുമ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇവന്റെ ഒന്ന് അലപ്പ് നിർത്തിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും. കാരണം അത്ര വെറുപ്പിക്കലാണ് അനീഷ് ഹാബി വീട്ടിൽ നടത്തുന്നത്. അത് എന്റെ അഭിപ്രായമാണ്. അപ്പോൾ എന്താണ് പോയിന്റ് എക്സീഡ് ആയാൽ എങ്ങനെയാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നു. ഒരു 12 മണിയായപ്പോഴത്തേക്കും രനയും ഒനിയിലും തമ്മിൽ വീണ്ടും ഒരു ഇഷ്യൂ നടക്കുകയാണ്. രനക്ക് ടാലന്റ് ഇല്ല, റെസ്പെക്ട് ഇല്ല എന്നൊരു സാധനം ഇല്ല, നിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഇവിടെ നിന്ന് പറയുന്നുള്ള സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നീ ഒരു കീടാണുമാണ്, നീ ഒരു പുഴുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒനിയില് രനയെ പറ്റി എന്തൊക്കെയോ പറയുന്നത്. എനിക്കത് കണ്ടപ്പോ അയ്യോ എന്തിനാണ് ഈ കൊച്ചിന്, കാരണം രന എന്ന് പറയുന്ന മത്സരാർത്ഥിയോട് പറയാനായിട്ട് ഇനി ബാക്കി ഒന്നുമില്ല. അത്രയ്ക്കും ഒനിയില് വന്ന് അവിടെ പറഞ്ഞു. അപ്പൊ എന്താണ് രന വന്നിട്ട് നീ പോടാന്ന് പറഞ്ഞു. അപ്പൊ അനിമോൾ വന്നിട്ട് വയസ്സിന് മൂത്ത ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കാര്യം ചോദിക്കട്ടെ അനിമോളെ, എന്താണ് വയസ്സിന് മൂത്ത ആൾക്കാരെ റെസ്പെക്ട് ഒക്കെ കൊടുക്കാം, ഓക്കെ സമ്മതിക്കുന്നു. രന മര്യാദക്ക് ചേട്ടാന്ന് വിളിച്ചാണ്ടിരുന്നത്. ഈ ഒനിയില് വന്നിട്ട് ഈ പുഴു കീടാണെന്നൊക്കെ പറയുമ്പോ നമുക്ക് ദേഷ്യം വരും. ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നാണ്. അങ്ങോട്ട് കൊടുത്താലാണ് തിരിച്ച് കിട്ടത്തുള്ളൂ. അപ്പൊ ഈ അനിമോൾ ഈ കാര്യം പെട്ടെന്ന് ഈ പറഞ്ഞപ്പോ വയസ്സിന് മൂത്ത ആളല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് അതൊരു ഇഷ്ടപ്പെട്ടില്ല. കാരണം രണ പറഞ്ഞതിൽ എനിക്കൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എന്താണ് അത്രയും സഹി കെട്ടിട്ടാണ് രണ അത് പറഞ്ഞത്. അതുകൊണ്ട് രണയാണെങ്കിൽ ഈ കേസും കഴിഞ്ഞതിന് ശേഷം കരയുന്നു, ഭക്ഷണം കഴിക്കാൻ പോകുന്നതിനിടയ്ക്ക് വന്നിട്ട് ഇതാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രനയുടെ കുറച്ച് കരച്ചിൽ അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ 12:10 അനീഷ് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് രനയുടെ അടുത്തേക്ക് പോവാണ്. രന പൊട്ടിക്കരയാണ്. അനിമോള് കൂടെ സമാധാനിപ്പിക്കാനുണ്ട്. അനീഷ് ഓക്കെ ആണോ രന, അനീഷ് പറയണ ഓക്കെ ആണോ രന, നീ ഓക്കെ ആണോ രന, നീ ഓക്കെ ആണോ രന. അപ്പൊ രന പറയും ഞാൻ ഓക്കെ അല്ല എന്ന് പറയുന്നു. അനീഷ് പോകുന്നു. പിന്നെ 2:10 ആര്യനും അനിമോളും തമ്മിലൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ആര്യൻ മിഡിൽ ഫിംഗർ പൊക്കി, പക്ഷെ മിഡിൽ ഫിംഗർ അല്ല പൊക്കിയത്, അത് ആ അർത്ഥം ഉദ്ദേശിച്ചിട്ട് നമ്മുടെ റിങ്ങില്ലേ മോതിര വിരല്, ഈ വിരല് ചൂണ്ടിക്കാണിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മൾ മിനിമം കോമൺ സെൻസ് ഉള്ള പ്രേക്ഷകരാണെങ്കിൽ എന്താണ് ഇവനത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ വലിയ ഇഷ്യൂ ആവണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ ഇത് പൊക്കിയത്. നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ അനിമോളുടെ മുന്നിൽ അത് കാണിച്ചത് മോശം. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശം. ഞാൻ ലൈവ് കണ്ടില്ല, അതുകൊണ്ടാണ് കാണിച്ചില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് മാത്രം പൊക്കിയുള്ളൂ എന്ന് വെച്ചാൽ അത് ഓക്കെ അല്ല. കാരണം അവൻ അത് ഉദ്ദേശിച്ച് തന്നെയാണ് അത് ചെയ്തത്. അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. അപ്പൊ ആര്യന്റെ സ്വഭാവം വെച്ചാല് എന്താണ് പെട്ടെന്ന് പ്രൊവോക്ക് ആയ പ്രശ്നം എന്ന് വെച്ചാല് ഇവന്റെ മൈൻഡ് അങ്ങ് പോകും. മൈൻഡ് പോയിട്ട് എന്താണ് ഇവരാരോട് എന്ത് സംസാരിക്കുന്ന നമുക്കൊരു ബോധവും വെളിവില്ല. അതാണ് ആര്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്നുവെച്ചാൽ ആര്യൻ പ്രൊവോക്ക് ആണെങ്കിൽ സഹിച്ച് പിടിച്ചു നിൽക്കുന്നില്ല. ഇന്നലെ ആ കോയിൻ നഷ്ടപ്പെട്ട കേസിൽ എന്തൊക്കെയാണ് ആ അനീഷിനെ കാണിച്ചത്. അപ്പോ ആര്യന്റെ പ്രശ്നം എന്ന് വെച്ചാല് ഓവർ പ്രൊവോക്ഡ് ആയിക്കഴിഞ്ഞാൽ ആണെന്നോ പെണ്ണെന്നോ ഇല്ല, നല്ലത് കാണിക്കും, നല്ല വർത്താനം പറയും. അതാണ് പ്രശ്നം. 2:30 പിന്നെ അനിമോള് കിടന്ന് കരയുന്നു കേട്ടോ. ഈ അനിമോള് കേസ് കഴിഞ്ഞപ്പോഴത്തേക്കും അനിമോള് കരയാണ്. അതിന്റെ മുൻപ് അക്ബറും അനിമോളായിട്ട് കുറച്ച് പ്രശ്നമായി. വേറെ ഒന്നുമല്ല, എന്താണ് അനിമോള് ഈ പ്രശ്നം നടക്കുന്നതിനിടയിൽ അനിമോള് അക്ബറിനോട് പറഞ്ഞ് നീ ഇവിടെ ഉണ്ടാക്കാൻ വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അക്ബറിനത് പിടിച്ചില്ല. അങ്ങനെ ചെറിയ രീതിയിൽ ഒരസലുണ്ട്. അത് എന്റെ അനിമോള് കരയുന്നു, ഇത്രേ ഉള്ളൂ. പിന്നെ എന്താണ് വീക്കിലി ടാസ്ക് ആണ്. വീക്കിലി ടാസ്ക് അല്ല, നമ്മുടെ എന്താണ് ഇത് സംഭവം എന്താണ്, നമ്മുടെ ജയിൽ നോമിനേഷൻ ആണ് സംഭവം. ജയിലിലേക്ക് പോകാനല്ല, ക്യാപ്റ്റൻസി ടാസ്ക്, ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ചെയ്യാനുള്ളത്. വീക്കിലി ടാസ്കില് പോയിന്റുകൾ നേടിയ ആൾക്കാരിൽ നിന്ന് വേണം ഇത് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ ശരത്ത് ആണെങ്കിൽ ഷാനവാസിന്റെ അക്ബറിന്റെ പേര് പറയുന്നു, രഞ്ജിത്ത് ഷാനവാസിന്റെ ബിന്നിയുടെ പേര് പറയുന്നു, ആദില നൂറ ജിസേലിന്റെ ഷാനവാസിന്റെ പേര് പറയുന്നു, രേണു ബിന്നിയുടെയും അക്ബറിന്റെ പേര് പറയുന്നു, അനുമോള് ഷാനവാസ് ബിന്നിയുടെ പേര് പറയുന്നു, ശൈത്യ ആര്യന്റെയും അക്ബറിന്റെ പേര് പറയുന്നു, ബിൻസി അബിയുടെയും ബിന്നിയുടെ പേര് പറയുന്നു,
സരിക അബിയുടെയും ബിന്നിയുടെയും പേര് പറയുന്നു. നെവിൻ ജിസയിലും അഭിലാഷിന്റെ പേര് പറയുന്നു. ഷാരിക ബിന്നിയുടെയും അബിയുടെ പേര് പറയുന്നു. ഒനീല് അഭിലാഷിന്റെയും ജിസയിലിന്റെ പേര് പറയുന്നു. ബിന്നി അഭിലാഷിന്റെയും അക്ബറിന്റെ പേര് പറയുന്നു. രന ഷാനവാസിന്റെയും അഭിലാഷിന്റെ പേര് പറയുന്നു. ആര്യൻ അക്ബറിന്റെ അഭിലാഷിന്റെ പേര് പറയുന്നു. ജിസേൽ ഷാനവാസിന്റെയും ആര്യന്റെയും പേര് പറയുന്നു. അക്ബർ അഭിലാഷിന്റെയും ജിസേലിന്റെ പേര് പറയുന്നു. പിന്നെ അഭിലാഷ് രന അക്ബറിന്റെ പേര് പറയുന്നു. അനീഷ് ഷാനവാസ് പേര് പറയുന്നു. ഷാനവാസിനും ബിന്നിക്കും 7 പോയിന്റ് ഇത് വെച്ച് കിട്ടുന്നു. അഭിലാഷിന് 10 പോയിന്റ് വെച്ച്. ഇവർ 3 പേരാണ് ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്യേണ്ടത്. അപ്പോൾ അപ്പൻ ശരത്ത് പറയുന്നത്, അപ്പോൾ ഈ 4:25 അപ്പൻ ശരത്ത് വന്നിട്ട് അനീഷിനോട് ഭയങ്കരമായിട്ട് ഒരു നാളെയും കൂടി ഉള്ളോടാ നിന്റെ ഈ ഭരണം, അത് കഴിഞ്ഞ പിന്നെ നീ ഒന്നുമില്ല, ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരു ആളാണ് നീ, ഒരു അനീഷാണെങ്കിൽ ഇതും മിണ്ടാതെയും കേൾക്കാണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ശരത്താണെങ്കിൽ ഒന്ന് ആട്ടി വിടുന്നു, അപ്പാ എന്ന് പറഞ്ഞിട്ട് ആട്ടി വിടുന്നു. എന്തൊക്കെ മോശമുള്ള കാര്യമാണ് ഇതൊക്കെ അല്ലേ? ഒരാള് ഇങ്ങനെ തരം താഴ്ത്താൻ മതി. അവൻ അനീഷ് എന്താണ് ഓക്കെ എന്തോ ആവട്ടെ, പക്ഷെ ഈ ശരത്ത് എന്ന് വെച്ചാൽ ഓവർ ഹൈപ്പ് ആവുന്നത്. ഈ അനീഷിന്റെ കേസിലാണ് ഈ സംഭവം ആവുന്നത്. ശരത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവും, ഇങ്ങനെ പോവുകയാണെങ്കിൽ നെഗറ്റീവ് ആവും. ഒരു എന്താണ് ആ ആട്ടെന്നൊക്കെ എന്ന് പറയുവെച്ചാല് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അത്ര ആട്ടലാണ്. ഈ തമാശക്കൊക്കെ ആണെങ്കിൽ ആട്ടാം. ഇത് പറഞ്ഞ സാധനത്തിന് മനുഷ്യത്വം ഇല്ല, എന്താണ് നിന്റെ ഭരണം ഇന്നങ്ങ് തീരും എന്നൊക്കെ പറയുമ്പോ ഒരു എന്താണ് ഭീഷണിയും അതുപോലെ തന്നെ ഒരു ഭീഷണി ടൈപ്പാണ് ശരത്തിന്റെ ഒരു സംസാരം ഇത്. പിന്നെ ജയിൽ നോമിനേഷൻ വരുന്നു. എന്താണ് ഈ കോയിൻ കളക്ട് ചെയ്യാത്ത ആൾക്കാരുടെ നിന്നാണ് പേരെടുക്കാൻ പറയുന്നു. അങ്ങനെ അവസാനം എന്താണ് പക്ഷെ അനീഷിന് ഒരു പവർ ഉണ്ട്. അനീഷ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഡയറക്റ്റ് ഒരാളെ ജയിലിലേക്ക് ഇതാക്കാൻ പറ്റും. സ്വാഭാവികമായിട്ട് മുൻപത്തെ ഇഷ്യൂ വെച്ചിട്ട് എന്നുവെച്ചാൽ തൊട്ട് മുൻപത്തെ ഇഷ്യൂ വെച്ചിട്ട് അനീഷ് ശരത്തിനെ നോമിനേറ്റ് ചെയ്യും, ഡയറക്ട്ലി ജയിലിലേക്ക് പറഞ്ഞേക്കുന്നു. പിന്നെ ബാക്കി എല്ലാവരും ഓരോ പേരുടെ പേര് പറയുന്നു. അതിൽ അനിമോൾക്ക് കൂടുതൽ കിട്ടുന്നു. അങ്ങനെ അനിമോൾ ശരത്താണ് പോകുന്നത്. പിന്നെ നെവിയും ബിൻസിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് നടക്കുന്നത്. വേറൊന്നുമല്ല, ഈ ജയിൽ നോമിനേഷന്റെ കേസില് ബിൻസി എന്താണ് പുറത്തുറങ്ങുന്നു പറഞ്ഞു, അത് ഞാൻ ലൈവിൽ പറഞ്ഞു. അതിന്റെ ഇടയിൽ ബിൻസി വന്നിട്ട് എന്താണ് ഈ നെവിൻ പറഞ്ഞു നീ പോടി എന്തോ പറഞ്ഞു. അപ്പൊ എഡി എന്ന് വിളിക്കരുത്, എഡിയൊക്കെ നിന്റെ വീട്ടിലുള്ള അമ്മയും പെങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറയുന്നു. അതെനിക്ക് മോശമായിട്ട് തോന്നി. കാരണം അവൻ ഇവിടെ വന്നിരിക്കുന്ന അവർ വീട്ടിലുള്ള ആൾക്കാരെ പറയുന്നത് എനിക്കൊരു വലിയ ഇതായിട്ട് തോന്നിയില്ല, ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ട് തോന്നിയില്ല. അത് പറയുന്നത് അവന് മാത്രം പറയാ എന്തായാലും. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പേക്കോലത്തിൽ നടക്കുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിപ്പോയി. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ മോശമായിട്ട് തോന്നിയത് അമ്മയും പെങ്ങളെ പോയി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ സംഭവമാണ്. അതെനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബിൻസിയിൽ നിന്നും. കാരണം ബിൻസി ഇത്രയും ഈ 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ടൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇന്നലെ സംസാരിക്കാൻ തുടങ്ങിയെങ്കിലും പോലും എന്താണ് ഇന്ന് സംസാരിക്കാൻ തുടങ്ങി, ബിൻസിക്ക് സംസാരിക്കാൻ കയറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്താണ് അമ്മയ്ക്ക് വിളിച്ച് കുറച്ച് നെഗറ്റീവ്, വേറെ ഒന്നുമില്ല. പിന്നെ 5:25 ബിൻസി പറയാണ് നെവിൻ പറയാം ഞാൻ നിന്നോട് സോറി പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബിൻസി പറഞ്ഞു ആർക്ക് വേണം നിന്റെ സോറി, എന്റെ പട്ടിക്ക് പോലും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോ എന്റെ പട്ടിക്ക് വേണം നിന്റെ സോറി എന്ന് പറഞ്ഞു. അപ്പൊ ബിൻസി പറഞ്ഞു അയ്യോ പട്ടിക്കും പറ്റില്ല, കാരണം അത്രയ്ക്കും മോശമാണെന്ന് പറഞ്ഞിട്ട് ബിൻസി എന്തൊക്കെയോ പറഞ്ഞങ്ങ് പോകുന്നു. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് 6:35 ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് ഷാനവാസ് ക്യാപ്റ്റൻ ആകുന്നു. പിന്നെ 8:30 ജയിലിൽ പോകാനുള്ള ടൈം ആകുന്നു. ജയിലുകാർക്ക് എന്താണ് ജയിലിൽ പോകുന്നു, ജയിൽ ഉദ്ഘാടനം ചെയ്യുന്നു. ഇനി ഈ കേസ് ഉദ്ഘാടനമാണെന്ന് പറഞ്ഞിട്ട് അനീഷ് കുറെ ഇഷ്യൂ ഉണ്ടാക്കുന്നു. ഓക്കെ സമ്മതിക്കുക, അതൊക്കെ കുറച്ച് ഇതാണ്. കാരണം ഉദ്ഘാടനം എന്നേ പറയുള്ളൂ. അതെന്നുവെച്ചാൽ എഴുതുമ്പോ അങ്ങനെ പറയും, പക്ഷെ എല്ലാവരും പറഞ്ഞ ഉദ്ഘാടനം ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും. അതിനുശേഷം ജയിലിൽ പോകുന്നു. ജയിലിൽ എല്ലാവർക്കും 2 പേർക്ക് ആ ജയിലിൽ കയറിയ ആൾക്കാർക്ക് ലഡ്ഡു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ കഞ്ഞി വരുന്നു, ഇവർക്ക് കുടിക്കാനുള്ള കഞ്ഞി വരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇവർക്ക് കഞ്ഞിയെങ്കിലും ഉണ്ട്, വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്നും കഴിക്കാൻ പോലും വലിയ ഭക്ഷണം ഇല്ലാന്ന് ഞാൻ ആലോചിച്ചു. 10:35 കഞ്ഞി കുടിക്കുന്നു. പിന്നെ അനീഷാണെങ്കിൽ
അനുമോളും ശരത്തും കൂടി അനീഷും അനുമോൾക്ക് വേണ്ടിയിട്ട് ശരത്തിനോട് ദേഷ്യപ്പെടുന്നു. ഇനി ഇവളുടെ ഇമേജ് കളയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഇഷ്യൂ. വേറെ ഒന്നും അല്ല, ആ ജിസേലിന്റെ അണ്ടർവെയറിന്റെ കേസാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നീ ഒരു പെണ്ണായതുകൊണ്ട് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല, ആരുടെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഈ അനീഷ് എന്തൊക്കെയോ കിടന്ന് പുലമ്പുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു ടാസ്ക് വരെയാണ് ഇവർക്ക്. വേറൊന്നുമല്ല, സർക്കിളിലും സ്ക്വയർ ഷേപ്പിലും ട്രയാങ്കിൾ ഷേപ്പിലും ഇവർക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണം. ഇതാണ് ഇവരുടെ പണിഷ്മെന്റ്, ജയിലിലുള്ള പണിഷ്മെന്റ്. അങ്ങനെ 11 എണ്ണമൊക്കെ ഇങ്ങനെ സ്ക്വയർ, സർക്കിള്, ട്രയാങ്കിൾ ഷേപ്പിലുള്ള ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നു. അതിനിടയ്ക്ക് അവരുടെ ഈ സംസാരിക്കുന്നതിനിടയിൽ തന്നെ അവരുടെ സിനിമയിലുള്ള അഭിനയങ്ങളും അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ പറയുന്നു. അവർ എൻജോയ് ചെയ്യുന്നു ആ ടാസ്ക് ആയാലും. അതിനുശേഷം 3:15 രാത്രി 3:15 ആയപ്പോഴത്തേക്ക് ഇവർക്ക് ബാത്റൂം പോകണം. ഇത് ചപ്പാത്തി എല്ലാം ഉണ്ടെങ്കിൽ ഇവർക്ക് ബാത്റൂം പോകണം. ബാത്റൂം പോകുന്ന നേരത്ത് നൈസായിട്ട് ഇവർ ഇവിടെ കിച്ചണിലൊക്കെ പോയി പിടിക്കുന്നു. അതൊക്കെ തന്നെയാണ്. പിന്നെ 3:50 ആയപ്പോഴത്തേക്കും ഇവർക്ക് വീണ്ടും ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ടാസ്ക് വരുന്നു. വീണ്ടും ചപ്പാത്തി വരുന്നു. ഇത്രേ ഉള്ളൂ. കാരണം രാത്രി അവർ ഉറങ്ങത്തില്ല. കാരണം ഈ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിൽ ഇവർ ഉറങ്ങത്തില്ല എന്ന് തോന്നുന്നു. ഇത്രയാണ് ലൈവ് ഇതാണ് ഈ എപ്പിസോഡ് നടന്നത്. ഓക്കെയാണ്. ഇന്നത്തെ എപ്പിസോഡില് ബിൻസി കുറച്ച് ഓവറായിപ്പോയി. ബിൻസി അമ്മയ്ക്ക് വിളിച്ചത് ഭയങ്കര മോശമായിപ്പോയി. ഷാനവാസ് ഇതായി. അടുത്ത വർഷം അടുത്ത വീക്കില് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയില്ല, ഇനി നോമിനേറ്റ് ചെയ്ത ആൾക്ക് ക്യാപ്റ്റൻ ആകുമ്പോൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല. നമുക്കത് നോക്കാം. പിന്നെ നാളെ ലാലേട്ടന്റെ എപ്പിസോഡാണ്. ലാലേട്ടൻ എന്തൊക്കെ ചോദ്യം ചോദിക്കണമെന്നൊക്കെ ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യും ഉറപ്പായിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. പിന്നെ പ്ലസിന് വലുതായിട്ടൊന്നുമില്ല. രാവിലെ നടന്ന സംഭവം തന്നെയാണ്. ഇന്ന് രേണുസുതി അനീഷ് വേഴ്സസ് വീട്ടുകാര്, അതുപോലെ തന്നെ അനീഷും ശരത്തും, ഇതായിരുന്നു അനീഷും പിന്നെ അനുമോളും. ഇതായിരുന്നു ഇന്ന്. അനീഷ് കൊണ്ടുപോയി കുറച്ച്, പിന്നെ ബിൻസിയും കൊണ്ടുപോയി. നെവിൻ നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. നെവിൻ നല്ല സംസാരിച്ചു തുടങ്ങി. കോമഡി ആയിട്ട് സംസാരിക്കുകയാണെങ്കിലും ഇപ്പൊ സംസാരിച്ചു തുടങ്ങി. അപ്പൊ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.